നല്ല അടിപൊളി ടേസ്റ്റുള്ള ഉന്നക്കായ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഉന്നക്കായ് ഉണ്ടാക്കാൻ പോവുക. ഉന്നക്കായ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നേന്ത്രക്കായ 4 എടുത്തിട്ടുണ്ട്. ഇതിന് നല്ല പഴുത്ത പഴമല്ല വേണ്ടത്, ഒരു 3/4 പഴുത്താൽ മതി. എന്നാലാണ് എളുപ്പത്തിൽ നമുക്ക് ഉന്നക്കായ് ഉണ്ടാക്കാനാവുക. അപ്പം ഞാനിതിന് പുഴുങ്ങാൻ വേണ്ടി അടുപ്പത്ത് വെക്കട്ടെ. പഴം തൊലിയെല്ലാം കളഞ്ഞ് അപ്പച്ചെമ്പ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവട്ടെ. തൊലി കളഞ്ഞാൽ വേഗം വേവും ചെയ്യും, പിന്നെ ചീഞ്ഞ പോലെ ആവില്ല. വേവട്ടെ, അടച്ച് വെക്കും. വെന്ത് റെഡിയായി. ഇനി ഓഫാക്കുകയും ചെയ്തു. ചൂടോടെ തന്നെ നല്ലോണം അങ്ങോട്ട് ഉടച്ചെടുക്കട്ടെ. കൈ തൊടാൻ കഴിയുന്നില്ല ചൂടുകൊണ്ട്. ഇതെടുത്തതാ, ഇതാകുമ്പോ നല്ല ഉറപ്പാ. എന്താ ഉഴച്ച് റെഡിയാക്കി. ഇനി ഉന്നക്കായ് പരത്താൻ പോവുക. ഉന്നക്കായ്ക്ക് ഫില്ലാക്കാൻ വേണ്ടി തേങ്ങ വേണം. എന്താ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നെയ്യിട്ടിട്ടൊന്ന് വാട്ടാൻ പോകട്ടെ. അങ്ങനെ തേങ്ങ നെയ്യിലൊന്ന് വറുത്തെടുത്തു. കൂടുതൽ നേരം വറുക്കരുത് കേട്ടോ, ഒന്ന് ചൂടായാൽ മതി. ഞാൻ ഇതിലാണ് വറുത്തത്, ഈ നെയ്യ് എടുത്തത്. ഇനി ഇതിൽ പഞ്ചസാര ഇടണം. നമ്മൾ വറുക്കുമ്പോൾ തന്നെ ചൂടാക്കുമ്പോൾ പഞ്ചസാര ഇടരുത്, ഇറക്കി വെച്ചിട്ടേ ഇടാവൂ. അന്നേരം നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ, വറുക്കുമ്പോൾ ഇട്ട് കഴിഞ്ഞാൽ കട്ട പിടിച്ച് കളയും. പഞ്ചസാര ഇട്ട് ഉണ്ടാക്കാൻ പോകുന്ന കുറച്ചങ്ങ് ഉണ്ട എടുത്തിട്ട് പരത്തുക. കയ്യിൽ ഇങ്ങനെ പരത്തിയാൽ മതി. ഈ കൂട്ടിൽ മുന്തിരും അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടു, പക്ഷെ ഞാൻ ഇട്ടിട്ടില്ല. എനിക്കത് കടിക്കുന്ന ഇഷ്ടമില്ലാത്തത് കൊണ്ടാ. ഇങ്ങനെ അങ്ങ് ആക്കിയിട്ട് ഉന്നക്കായിന്റെ ആകൃതിയിലേക്ക് അങ്ങ് വരുത്തുക. അതിനാണ് ഇപ്പൊ ഇതിന് ഉന്നക്കായ് എന്ന് പറയുന്നത്. അതങ്ങോട്ടാക്കിയിട്ട് ചുരുട്ടി ഇങ്ങോട്ട് എടുക്കും. ഉന്നക്കായ് ആയി വന്നു. ഇതാ ഈ ഷേപ്പിൽ. അങ്ങനെ ഞങ്ങൾ മൊത്തം ഉണ്ടാക്കട്ടെ. മൊത്തം ഉണ്ടാക്കി കാണിച്ചു തരാം. അങ്ങനെ ഉന്നക്കായ് ഇതാ എല്ലാം ഉരുട്ടി വെച്ച് റെഡിയാക്കി. ഇതിൻ്റെ അടുത്ത് പൊരിക്കണം. ഞാൻ പൊരിക്കാൻ പോട്ടെ. ഇങ്ങനെ ഉന്നക്കായ് പൊരിക്കാൻ പോവുകയാണ്. ഗ്യാസ് മേൽ ചട്ടി വെച്ചു. ഒന്ന് വെള്ളം വാറ്റിട്ട് എണ്ണ ഒഴിക്കാൻ പറ്റും. ചട്ടി ചൂടായി. ഇനി എണ്ണ ഒഴിക്കുക. ഞാൻ പാം ഓയിലാണ് ഒഴിക്കുന്നത്. ഇതുവരെ വെളിച്ചെണ്ണ കൊണ്ട് ഇനി കളിച്ചത് മുഴുവനും. ഇനി കളിക്കാൻ പറ്റൂല, ഭയങ്കര വില വെളിച്ചെണ്ണയ്ക്ക്. ഞാൻ പാം ഓയിലിട്ടു. നിങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. എണ്ണ ചൂടായി. ഇനി നമ്മൾ ഉന്നക്കായ് ഇടാൻ പോകുന്നു. ഉഷാറാവട്ടെ. എന്തുണ്ടാക്കുമ്പോഴും ബേജാറാ, വീട് വന്നോ അല്ലേ എന്നുള്ളത്. ഇതിങ്ങനെ അട്ടിക്കട്ടി കിട്ടൂടാ. ഉന്നക്കായ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. വേറെ ഇരുന്നോണ്ട് നിൽക്കണം. അല്ലെങ്കിൽ പരന്ന പാത്രം കുറേ എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ഫുള്ള് ഇടാം. ഇതിനെ പറ്റൂല. ഇപ്പൊ ആരും അങ്ങനെ കടിയൊന്നും ഉണ്ടാക്കലില്ല, ഒക്കെ പൗഡറാ. കുറച്ച് റിസ്ക്കാണ് ഇത് ഉണ്ടാക്കാൻ. റിസ്ക് ആണെങ്കിലും നമുക്ക് നല്ല ഫ്രഷായി തിന്നാലോ. ഫ്രഷ് എണ്ണ. ഒരു ഉന്നക്കായ് നിങ്ങൾ കടയിൽ നിന്ന് വില വെച്ച് നോക്കി, അതിന്റെ വില അറിയാൻ നമ്മൾ ഞെട്ടും. അപ്പൊ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വയറ് നിറച്ച് തിന്നാം, പൈസ കുറവ് മതി. നല്ല നന്നായത് നെയ്യിൽ വറുത്തതാണല്ലോ, അതൊക്കെ വറുത്തുണ്ടാക്കി എന്ത് ടേസ്റ്റാന്നറിയോ. അപ്പം വാങ്ങുന്നതിനിപ്പോൾ അങ്ങനെ ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. മടിച്ചിളാവൊക്കെ ഓർഡർ ചെയ്യലാ. ഞാനങ്ങ് ഉണ്ടാക്കല. അവിടം വരെ എത്തുന്നൊന്നും അറിയില്ല. എൻ്റെ ഉന്നക്കായ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. എല്ലാവരും ഞാൻ ഉണ്ടാക്കിയതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. സൂപ്പർ ടേസ്റ്റാണ്. എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.